നമസ്കാരം. എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ early Aryans, they migrated to northwestern region of India, Sapta Sindhu region of India, and they wrote first text of Veda, Rig Veda. In Rig Veda, three-tier population, that is priest, soldier, and common people. We know all this in the previous classes. We discussed already. നമ്മൾ ഇതെല്ലാം പരിചയപ്പെട്ട് കഴിഞ്ഞതാണ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഋഗ്വേദിക്കിലെ ആര്യൻസിന്റെ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു? They were mainly cattle rearing. Their main occupation was cattle rearing. They were fought against each other. The main elder leader of the tribe is called Rajan or Mukhian. The several types of Sabha, Samiti, and Vidadas, these assemblies assisted these elder member of the tribe. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? ടുവാർഡ്സ് ഗാലറ്റിക് പ്ലെയിൻ. ഈ സപ്ത സിന്ധു റീജിയനിലുള്ള ജനങ്ങള് എങ്ങനെയാണ് ഗംഗാ നദിയുടെ തീരത്തേക്ക് പോയത് എന്നാണ്. പാരീസ് നമ്മൾ സിന്ധു നദിയുടെ തീരത്താണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏർലി ലൈഫ് എന്ന് പറയുന്നത്, അവരുടെ ആദ്യകാല ജീവിതം എന്ന് പറയുന്നത്. ഇനി ടുവാർഡ്സ് ഗാലറ്റിക് പ്ലെയിൻ, ഗംഗാ സമതലത്തിലേക്ക് ഇങ്ങനെ പോയി എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? BCE 1000, 1000 BCE കാലഘട്ടത്തിലേക്ക് they means Aryans were rushed to Gangetic plains. അങ്ങനെ ഇവര് സപ്ത സിന്ധു റീജിയനിൽ നിന്ന് ആര്യൻസ് ഇങ്ങനെ പോവുകയാണ് ഗാനറ്റിക് പ്ലെയിനിലേക്ക്. We know their main occupation was cattle rearing. അവരുടെ ജീവിത മാർഗം, അവരുടെ ഓക്കുപേഷൻ, ജോലി എന്ന് പറയുന്നത് കന്നുകാലി വളർത്തലായിരുന്നു. Due to the population explosion and the climatic change, they can't live with this cattle rearing. പോപ്പുലേഷൻ കാലങ്ങൾ കഴിയുന്തോറും 1000 BCE ആയപ്പോഴേക്ക് ജനങ്ങൾ ഒരുപാടുണ്ടായി. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ സംഭവിച്ചു, ജനങ്ങൾ പെരുകിക്കൊണ്ടേയിരുന്നു. അപ്പൊ ഇവർക്ക് ഈ ഒരു കാറ്റൽ റിയറിംഗ് എന്നുള്ളത് കൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെയായിരുന്ന ഒരു അവസ്ഥ വന്നു. ആൻഡ് അങ്ങനെ അവർ another occupation. അവർക്ക് ഈ കന്നുകാലി വളർത്തൽ എന്ന് മാത്രം കൊണ്ട് നടക്കാൻ പറ്റാതെയാവുകയും അങ്ങനെ അവർ വേറൊരു ജോലി നോക്കിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്തായിരിക്കും അടുത്തൊരു ജോലി? They were met another job, another occupation, that is agriculture, that is cultivation. അങ്ങനെ അവർ കാറ്റൽ റിയറിംഗിൽ നിന്ന് അഗ്രികൾച്ചറിലേക്ക്, കൃഷിയിലേക്ക് മാറുകയാണ്. ഈ ആര്യൻസിനെ, സെയിം ആര്യൻസിനെ. അങ്ങനെ അവർക്ക് ആ സ്ഥലം മതിയാവാതെ വരികയും, സപ്ത സിന്ധു റീജിയൻ മതിയാവാതെ വരികയും, the people migrated to Gangetic plains with iron tools. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. സപ്ത സിന്ധു റീജിയനിലെ ഏർലി ലൈഫ് ഓഫ് ആര്യൻസിലെ ഋഗ്വേദിക് പീരിയഡിലെ ഓൺലി കോപ്പർ ആൻഡ് ബ്രോൺസ്, ഈ മെറ്റൽ മാത്രം, കോപ്പറും ബ്രോൺസും കൊണ്ട് ഉപയോഗിക്കുന്ന മെറ്റൽസ് മാത്രമായിരുന്നു കണ്ടെത്തിയിരുന്നത്. ആ ടൂൾസ് ആയിരുന്നു അവർ യൂസ് ചെയ്തിരുന്നത്. നമുക്കറിയാം ഇൻഡസ് വാലി സിവിലൈസേഷൻ, ദാറ്റ് ഈസ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ, വൺ ഓഫ് ദി ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ബ്രോൺസും കോപ്പറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടൂളായിട്ട്, അല്ലേ? അതന്നെയാണ് ഈ ആര്യൻസ്, സിന്ധു നദീ തട സംസ്കാരത്തിലെ ജനങ്ങള്. അങ്ങനെ അവർ പോപ്പുലേഷൻ കൂടുകയും പലതരത്തിലുള്ള ക്ലൈമറ്റുകൾ വരികയും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതാവുകയും ചെയ്തപ്പോൾ അവർ കാറ്റൽ റിയറിംഗിൽ നിന്ന്, കന്നുകാലി വളർത്തലിൽ നിന്ന് അവർ അഗ്രികൾച്ചറിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് ആര്യൻസ്. അങ്ങനെ ഈ ആര്യൻസ് മാറുമ്പോൾ ഇഷ്ടംപോലെ ഫോറസ്റ്റിക് റീജിയൻ ആണ്, ഇഷ്ടംപോലെ കാടുകളാണ്, ഇഷ്ടംപോലെ മരങ്ങളാണ്, ഇഷ്ടംപോലെ ചെടികളാണ്, മറ്റു സംഭവങ്ങൾ, വള്ളികൾ, കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. They were cleared jungles for the purpose of agriculture. അവർക്ക്
കൃഷി ചെയ്യണമെങ്കിൽ നല്ലൊരു പ്ലെയിൻ ആയിട്ടുള്ള നല്ലൊരു സമതലമായിട്ടുള്ള റീജിയൻ ആണ് വേണ്ടത്. മരങ്ങളും കാര്യങ്ങളും ഉള്ള ഒരു സ്ഥലമല്ല വേണ്ടത്. അങ്ങനെ അവർ ക്ലിയർ ജംഗിൾ, അവർ കാടുകള് കട്ട് ചെയ്യുകയാണ്, ക്ലിയർ ചെയ്യുകയാണ്. ഇങ്ങനെ ക്ലിയർ ചെയ്യുന്ന സ്ഥലത്ത് ഇവർക്ക് ഈ കോപ്പർ കൊണ്ടും ബ്രോൺസ് കൊണ്ടും ഉപയോഗിക്കുന്ന ടൂൾസ് അവർക്ക് മതിയാവാതെ വരികയും they were rushed to discover another metal, that is iron. അങ്ങനെ അവര് അയൺ കണ്ടെത്തുകയാണ്. ഈ ഗംഗറ്റിക് പ്ലെയിൻസ് നല്ല ഫെർട്ടിലിറ്റി ഉള്ള സ്ഥലമാണ്, നല്ല മണ്ണുള്ള, നല്ല ഫലപുഷ്ടിയുള്ള മണ്ണുള്ള സ്ഥലമാണ്, നല്ല ക്ലൈമറ്റ് ഉള്ള സ്ഥലമാണ്, പലതരം ക്ലൈമറ്റ് ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് ഈ ഗാംഗറ്റിക് പ്ലെയിൻ എന്ന് പറയുന്നത്, ഗംഗാ സമതലം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങള്? അങ്ങനെ ഇവര് ഇവിടെ നിന്നും അയൺ കണ്ടെത്തുകയും നല്ല ഈസി ആയിട്ട് ജംഗിൾ ഫോറസ്റ്റ് ക്ലിയർ ചെയ്യുകയും അഗ്രികൾച്ചർ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ സ്ഥിര താമസം നടത്തുകയുമാണ് ചെയ്യുന്നത്. In early life of Aryans, in Rigvedic period, in the Sapta-Sindhu region, ഈ ഒരു കാലഘട്ടത്തിൽ they were nomadic people. അവര് നാടോടികളായിരുന്നു. ഇന്നിവിടെ നാളെ മറ്റൊരു സ്ഥലത്ത്, മറ്റന്നാൾ മറ്റൊരു സ്ഥലത്ത്, ഇതായിരുന്നു അവരുടെ ജീവിതശൈലി എന്ന് പറയുന്നത്. In the Gangetic plain, അവർ ഗംഗാ സമതലത്തിലേക്ക് വരികയും അവർ അഗ്രികൾച്ചർ എന്നുള്ളത് മെയിൻ ഒക്കുപേഷൻ ആക്കുകയും ചെയ്തപ്പോൾ they were settled. അവർ ഒരു സ്ഥലത്ത് ഉറച്ചു താമസിക്കാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങള്? ആദ്യം നോർത്ത് വെസ്റ്റേൺ റീജിയനിലുള്ള ജനങ്ങൾ, സിന്ധു നദിയുടെ തീരത്തുള്ള ജനങ്ങൾ, സപ്ത സിന്ധു റീജിയനിലുള്ള ജനങ്ങൾ they were moved to east. വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്ക് പോവുകയും ഗംഗാ നദിയുടെ അടുത്തേക്ക് പോവുകയും അവിടെ കൃഷി ചെയ്യുകയും അഗ്രികൾച്ചർ നടത്തുകയും അവിടെ സെറ്റിൽഡ് ആവുകയും ചെയ്തു, സ്ഥിരതാമസമാവുകയും ചെയ്തു. പലതരത്തിലുള്ള പോട്ടറീസ്, earthen wares, ഗ്രേ ടൈപ്പ് പോട്ടറീസ് they were made. നമുക്ക് അവിടെ നിന്നും ഈ ഗാനറ്റിക് പ്ലെയിനിൽ നിന്നും അവർ ഗ്രേ കളറിൽ ഉണ്ടാക്കിയിട്ടുള്ള പെയിന്റഡ് പോട്ടറീസ് ഒക്കെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചതിന്റെ തെളിവുകൾ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഈസ്റ്റേൺ സൈഡിലുള്ള ഗാനറ്റിക് പ്ലെയിനിലുള്ള ഈ പീപ്പിളുടെ കാലത്ത് എഴുതപ്പെട്ടിരുന്ന മറ്റു വേദങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് 4 വേദാസ്. അതിൽ ഫസ്റ്റ് വേദ ഈ സപ്ത സിന്ധു റീജിയനിൽ ഉള്ളവരെ എഴുതി, ഇവരെന്നെയാണ് അങ്ങോട്ട് പോയത്. മനസ്സിലാക്കുന്നുണ്ടോ കാര്യങ്ങള്? ഇവരെ ഋഗ്വേദിക് പീപ്പിൾ എന്നാണ് പറയുന്നത്. അങ്ങനെ ഗംഗാ സമതലത്തിലേക്ക് അവർ പോയപ്പോൾ they were wrote 3 Veda text, Vedic text. This period is called later Vedic period. ഇത് ഏർലി വേദിക് പീരീഡ് ആണെങ്കിൽ മറ്റേത് ലേറ്റർ വേദിക് പീരീഡ് ആണ്. ഈ ലേറ്റർ വേദിക് പീരീഡിൽ 3 ടെക്സ്റ്റുകൾ അവർ രചിച്ചു. 3 ടെക്സ്റ്റ് they wrote. Aryans wrote 3 ടെക്സ്റ്റ്. സമവേദ, യജുർവേദ, അഥർവവേദ. സമവേദ, യജുർവേദ, അഥർവവേദ. ഇവിടെ ഋഗ്വേദ മാത്രമേ ഉള്ളൂ. ഇതൊന്നിച്ചൊന്ന് വായിച്ചോക്കാണേ. ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദ. മനസ്സിലാവുന്നുണ്ടോ? ഈ 3 ടെക്സ്റ്റുകൾ എഴുതപ്പെട്ട കാലഘട്ടത്തെ ലേറ്റർ വേദിക് പീരീഡ് എന്നാണ് പറയുന്നത്. ഇവിടെ അവരുടെ ജോലി എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആയിരുന്നു. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ഒക്കുപേഷൻ ഓഫ് ദി ലേറ്റർ വേദിക് പീരീഡ്. ഇവിടെ ഹെഡ് ഓഫ് ദ ട്രൈബ് എന്ന് പറയുന്നത് എൽഡർ മെമ്പർ ആയിരുന്നുവെങ്കിൽ ഇവിടെ ഹെഡ് ഓഫ് ദി ട്രൈബ് എന്ന് പറയുന്നത് കിങ് ആയിരുന്നു, രാജാവായിരുന്നു. കിങ്ഷിപ്പ്, രാജഭരണം ഉണ്ടാവാൻ തുടങ്ങി. ലേറ്റർ വേദിക് പീരീഡിലെ രാജഭരണം, കിങ്ഷിപ്പ് ഉണ്ടാവാൻ തുടങ്ങി. ദാറ്റ് ഈസ് ഇൻ ഹെറിഡിറ്ററി. ഞാൻ രാജാവാണെങ്കിൽ എന്റെ മകൻ അടുത്ത രാജാവ്, അവന്റെ മകൻ അടുത്ത രാജാവ്, അവന്റെ മകൻ. ദാറ്റ് ഈസ് ഹെറിഡിറ്ററി ആയിട്ടാണ് നമ്മുടെ പാരമ്പര്യമായിട്ടാണ് എന്ത് പോകുന്നത്, കിങ്ഷിപ്പ് പോകുന്നത്. ട്രൈബിന്റെ ലീഡർ ആരാണെന്ന് നിശ്ചയിക്കുന്നത്. ഇവിടെ എന്താണ്, സപ്ത സിന്ധു
റീജിയനിൽ എന്താണ് എൽഡർ മെമ്പർ ആണ് രാജാവ്. എൽഡർ മെമ്പർ ആണ് അതിന് ഹെഡ് എന്ന് പറയുന്നത്. We know in this Gangetic plain they were settled. The settled people is called Janapada. ഇവിടെ ട്രൈബായിട്ട് തിരിഞ്ഞെങ്കിൽ, ഇവിടെ ഗോത്രങ്ങളായിട്ട് ട്രൈബായിട്ട് തിരിഞ്ഞിരുന്നുവെങ്കിൽ, സപ്തസിന്ധുവിൽ ഗോത്രങ്ങളായിട്ട് തിരിഞ്ഞിരുന്നുവെങ്കിൽ they were settled in Gangetic plains. These settled people is called Janapada. Group of people in Gangetic plain is called Janapada. ഓരോ ജനപദങ്ങളായിട്ടാണ് ഓരോ ഗ്രൂപ്പുകളായിട്ട് ഗാനറ്റിക് പ്ലെയിനിൽ ഇവർ ജീവിച്ചിരുന്നത്. ഇതിലെ ഈ ട്രൈബിന്റെ ലീഡർ എന്ന് പറയുന്നത് കിങ് ആയിരിക്കും. And kingship was in hereditary. ഇത് പാരമ്പര്യമായിട്ടാണ് കിങ്ഷിപ്പ് ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. Hereditary. The farmers started the system of giving a part of their yield as tax to king in return for protecting agricultural land. It was known as Bali and Bhaga. The society was stratified into 4 divisions. We can find out them from the given table. നമുക്കറിയാം അഗ്രികൾച്ചർ എന്ന് പറയുന്നതാണ് ഗാനറ്റിക് പ്ലെയിനിലെ മെയിൻ ജോലി എന്ന് പറയുന്നത്. ഇപ്പൊ രാജാവ് കിങ് എന്ന് പറയുന്ന ആള് ഈ ഒരു അഗ്രികൾച്ചർ ലാൻഡിനെ നോക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്താണ് ഫാമേഴ്സ് അവർക്ക് ടാക്സ് അടക്കണം. ഫാമേഴ്സ് they paid tax to king. ഈ കിങ്ങിന് ലീഡർ ഓഫ് ദി ജനപദക്ക് എന്ത് നൽകണം? ടാക്സ് നൽകണം. ഈ ടാക്സിനെ ബലി എന്നും അതുപോലെ തന്നെ ഭാഗ എന്നും ഒക്കെ വിളിച്ചിരുന്നു. ബലി നൽകുക, ഭാഗ നൽകുക, ടാക്സ് ആണ് കിങ്ങിന്, രാജാവിന്. ഇനിയോ നമ്മൾ പറഞ്ഞു സപ്തസിന്ധു റീജിയൻ അല്ലെങ്കിൽ ഏർലി വേദിക് കാലഘട്ടത്തിൽ, ഋഗ്വേദിക് കാലഘട്ടത്തിൽ 3 തരത്തിലുള്ള 3 ടയർ ആയിട്ടാണ് ജനങ്ങളെ തിരിച്ചിരുന്നത്. പ്രീസ്റ്റ് ആയിട്ടും സോൾജർ ആയിട്ടും കോമൺ പീപ്പിൾ ആയിട്ടും. എന്നാലോ ഗാനറ്റിക് പ്ലെയിനിലെ എന്താണ് 4 ടയർ പീപ്പിൾ, ചാതുർവർണ്ണ സിസ്റ്റം ദാറ്റ് prevailed in the Gangetic plain later Vedic period. Later Vedic periodil ചാതുർവർണ്ണ സിസ്റ്റം വരികയാണ്. ബ്രാഹ്മിൺസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്. Brahmins, they were high class. Brahmins എന്ന് പറയുന്നത് ഏറ്റവും നല്ല വലിയ സ്ഥാനമുള്ള ആളുകളായിരുന്നു ബ്രാഹ്മിൻസ്. Then Kshatriyas, നല്ല സ്ഥാനം എന്ന് പറയുമ്പോൾ they were priests. ബ്രാഹ്മിൻസ് എന്ന് പറയുന്നത് priest ആയിരുന്നു, മത പുരോഹിതന്മാരായിരുന്നു. Then അടുത്തത് എന്ന് പറയുന്നത് ആരാണ്? ക്ഷത്രിയാസ്. ക്ഷത്രിയ രക്തം എന്ന് കേട്ടിട്ടില്ലേ? They were rulers and military officials. അവര് രാജാക്കന്മാരായിരുന്നു. രാജാക്കന്മാരെക്കാളും മുന്നിൽ ആരുണ്ട്? ബ്രാഹ്മിൻസ് ഉണ്ട്, പ്രീസ്റ്റ് ഉണ്ട്. പ്രീസ്റ്റ് എന്താണോ പറയുന്നത് അത് രാജാവ് അനുസരിക്കണം. അത് മിലിറ്ററി ഒഫീഷ്യൽ, സൈനികരനുസരിക്കണം. ദാറ്റ് ഈസ് ക്ഷത്രിയാസ്. ഈ 2 കൂട്ടരും ബ്രാഹ്മിൻസും ക്ഷത്രിയാസും പറയുന്നത് അതിന് താഴെയുള്ള ജനങ്ങള് ആരൊക്കെയാണ്? വൈശ്യാസ്. they were traders, കച്ചവടക്കാര് വൈശ്യാസ്. ഏറ്റവും പാവപ്പെട്ട ഫാർമേഴ്സ്, ഏറ്റവും പാവപ്പെട്ട കോമൺ പീപ്പിൾ they were named as ശൂദ്രാസ്. അവർ അടിമകളായിരുന്നു. എല്ലാവരും എന്തു പറയുന്നു അത് കേൾക്കുന്ന ജനങ്ങളായിരുന്നു ശൂദ്രാസ്. ബ്രാഹ്മിൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ചാതുർവർണ്ണ സിസ്റ്റം, 4 ടയർ സിസ്റ്റം. അതുപോലെ തന്നെ ആദ്യമുള്ള ഋഗ്വേദിക് കാലഘട്ടത്തിലുള്ള ഇന്ദ്രക്കും വരുണക്കും, ഗോഡുകളായിട്ടുള്ള ദൈവങ്ങളായിട്ടുള്ള ഇന്ദ്രക്കും വരുണക്കും ഒരു സ്ഥാനമില്ലാതാവുകയും, അതുപോലെ തന്നെ പ്രജാപതി, വേറെ ദൈവങ്ങൾ ഇവിടെ കടന്നു കയറുകയാണ് ലേറ്റർ വേദിക്ക് എത്തുമ്പോൾ. പ്രജാപതിയും വിഷ്ണുവും 2 ഇമ്പോർട്ടന്റ് എമിനന്റ് ഗോഡ്സ്. ഇതായിരുന്നു ലേറ്റർ വേദിക് പീരീഡിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗോഡുകൾ, ദൈവങ്ങൾ. അതുപോലെ തന്നെ ചെറിയ നമ്മൾ കണ്ടിരുന്നു ആദ്യ ഏർലി വേദിക് പീരീഡില്, ഋഗ്വേദിക് പീരീഡില്, സപ്തസിന്ധു റീജിയനിൽ എന്താണ് ചെറിയ യാഗങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ലേറ്റർ വേദിക് എത്തിയപ്പോഴോ ഹെവി കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല പൈസക്ക്
വരവുള്ള യാഗങ്ങളും അതുപോലെ തന്നെ സാക്രിഫൈസുകളും, ബലികൾ, ആനിമൽ സാക്രിഫൈസസ്, മൃഗബലി എന്ന് കേട്ടിട്ടില്ലേ? മൃഗബലികളൊക്കെയാണ് പിന്നീട് ലേറ്റർ വേദിക്ക് എത്തിയപ്പോൾ ഉണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ ആ ചേഞ്ചസ്? ഏർലി വേദിക് പീരീഡിൽ നിന്ന് ലേറ്റർ വേദിക്ക് എത്തിയപ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസുകൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ?